സ്റ്റാർസ് ഗ്രൂപ്പ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹായ് ഗോപാലൻ ഡോക്ടർ. ഹായ് ഗോപാലൻ സാർ. ഹായ് 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 ഡോക്ടർ ഗോപാലൻ സാർ. നമസ്കാരം. ഹായ് ഗോപാലൻ ഡോക്ടർ. ഹായ് ഗോപാലൻ സാർ. ഹലോ, ഇന്ന് പുതുമക്കാരുണ്ടോ? പുതുമക്കാര് ആദ്യമായിട്ട് വരുന്നവരില്ല, എങ്കിലും തുടക്കക്കാരുണ്ട് ഇതില്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രധാനം കുറേ ഓവർലാപ്പിംഗ് ഒക്കെ ഉണ്ടാവും. കാരണം അത് പുതുമക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ സബ്ജക്റ്റ് കാരണം ഒരേ സംഗതികൾ തന്നെയാണ്, ആക്ച്വലി ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ആൽക്കഹോളിസം എന്നുള്ള ആ അതിൻ്റെ രോഗലക്ഷണങ്ങൾ, അതിൻ്റെ പത്തോഫിസിയോളജി, അതായത് ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ച് നമ്മുടെ മനസ്സിലെ മാറ്റങ്ങൾ, ഇതൊന്നും മാറുന്നില്ല, ഇതൊക്കെ അതേപോലെ തന്നെ. അപ്പം ഓവർലാപ്പിംഗ് ഇതിൽ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ ഒരു സാധാരണ സംഭവമാണ്. നമ്മൾ പറയുമ്പോൾ, നമ്മളതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഓവർലാപ്പിംഗ് ഉണ്ടാവുന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്, അത് സത്യമാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്, ഓരോ വ്യക്തിയുടെയും സിറ്റുവേഷൻസ് മാറുന്നുണ്ട്, ആ വ്യക്തിയുടെ പാരമ്പര്യങ്ങൾ മാറുന്നുണ്ട്, അയാൾ ജോലി ചെയ്ത സ്ഥലങ്ങൾ, അയാൾ ബന്ധപ്പെട്ട വസ്തുക്കൾ, ഇതിലൊക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷെ ആ രോഗലക്ഷണങ്ങൾ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതൊക്കെ ഒരേപോലെ തന്നെയാണ്. ഓരോ ആളിനും അത് ഓരോ തരത്തിലാണ് അതിൻ്റെ സമീപനം. അപ്പോൾ അതുകൊണ്ട് ഓവർലാപ്പിംഗ് സാധാരണയാണ്. നമുക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും. പ്രോഗ്രാം ഇതുവരെയായിട്ടും 1935 ജൂൺ 10 പ്രോഗ്രാം നിലവിൽ വന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് 12 പടികളും പാരമ്പര്യങ്ങളും, ആൽക്കോളിക്സ് അനോണിമസ് വീക്ക് ബുക്ക്, അതുപോലെ എയിം ടു ബിലീവ്, അങ്ങനെയുള്ള പല ലിറ്ററേച്ചറുകളൊക്കെ പിന്നീട് വന്നതാണ്. പക്ഷെ അതിലൊന്നും പിന്നീട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അത് അതേപടി തന്നെ നിലനിൽക്കുന്നു. കാരണം അടിസ്ഥാന ആശയങ്ങളും അടിസ്ഥാന സംഭവങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്, അത് മാറുന്നില്ല, അത് അതേപടി നിൽക്കുന്നു. പക്ഷെ വളരെ ഭീകരമായൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ വാക്ക് ഞാനത് ചേർക്കുമ്പോൾ തന്നെ പല ആൾക്കും അത് എന്താ ഒരു സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയാണത്. ഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നതല്ല, മദ്യാസക്ത രോഗത്തെക്കുറിച്ച് ആദ്യകാലത്തെ അനുഭവസ്ഥർ, പ്രോഗ്രാം ഉണ്ടാക്കിയ ആൾക്കാർ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പടുത്തുയർത്തിയവർ, അവരെ സഹായിച്ച ഡോക്ടർ, അവരുടെ എല്ലാം ഈ അനുഭവങ്ങളിൽ നിന്നും അവരുടെ നിരീക്ഷണങ്ങളിൽ നിന്നും ഇത് വളരെയധികം ആഴത്തിലും വളരെ പരന്ന രീതിയിലും ആഴം വിസ്തൃതി, ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, അത് അവർക്ക് എങ്ങനെ ആ ഒരു 2 വാക്കുകൾ കിട്ടി. വളരെ ആഴത്തിലുള്ളതും വളരെ വിസ്തൃതവുമായിട്ടുള്ള ഒരു സംഭവം മദ്യാസക്ത രോഗം. ഞാനത് പിന്നീട് കുറേ സ്വന്തം പഠനങ്ങൾ നടത്തിയപ്പോൾ എനിക്കും അത് ഭയങ്കര വിസ്മയകരമായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നി. ഈ ആഴം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുമ്പോൾ, ഈ ആഴം വാസ്തവത്തിൽ ഒരാളുടെ തലച്ചോറിൻ്റെ ആഴത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അത് ഞാൻ ഈ ഈ പ്രധാനപ്പെട്ട തലച്ചോറിൻ്റെ അവയവങ്ങൾ അതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ അത് എവിടം വരെ ചെല്ലുന്നു, അതിൻ്റെ ഓരോ പടിയിലും, ഓരോ മുകളിൽ നിന്ന് താഴേക്കുള്ള ഓരോ അവസ്ഥയിലും അത് എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെ ഒരു അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണത്, ആഴത്തിലെന്നുള്ളത്. അതുപോലെ വിസ്തൃതി എന്ന് പറഞ്ഞത് ഈ ആൽക്കഹോളിസത്തെ സംബന്ധിച്ച്, മദ്യാസക്ത രോഗത്തെ സംബന്ധിച്ച് വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. കാരണം അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും കൂടി കയറി ഇറങ്ങുന്നു. 10-15 സിസ്റ്റമുണ്ട് ശരീരത്തിൽ, ഈ സിസ്റ്റത്തിലെല്ലാത്തിലും കൂടി മദ്യം കയറി ഇറങ്ങുന്നു, അവിടെയൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു, മൾട്ടിപ്പിൾ. അതുകൊണ്ടാണ് ഇപ്പോൾ
ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ, ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ, അവർ സമ്മതിച്ചു 200-ലധികം ശാരീരിക രോഗങ്ങളുണ്ട്. 200-ലധികം. അപ്പോൾ അത് എത്രമാത്രം വിസ്തൃതമാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു പഴമക്കാരായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ പുതുമക്കാർക്ക് ഇത് ഭയവും അതുപോലെ ഒരു നിഷേധത്തിന് ആക്കം കൂട്ടുകയൊക്കെ ചെയ്യും. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ രോഗത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഴമക്കാർ പറയുന്ന അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും മാത്രമല്ല, അവർ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് വായിക്കണം. അവിടെ ഓരോ അനുഭവ കഥകളും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ക്ഷമയോടുകൂടി അവർക്കത് വായിച്ച് പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെ സമീപിക്കണം. പിന്നെ അതിൽ ഓരോ ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോരോ അവസ്ഥകളിൽ കൂടി മധ്യാസക്ത രോഗം മാറി മാറി ഇങ്ങനെ ഒരാൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മദ്യം കഴിച്ചു തുടങ്ങിയതിന് ശേഷം അയാൾ വലുതാവുന്നുണ്ട്, അയാൾക്ക് പ്രായം വരുന്നുണ്ട്, അയാളുടെ അവസ്ഥകൾ മാറുന്നുണ്ട്. ഈ ഓരോ അവസ്ഥകളിലും പിന്നെ അയാൾ വിവാഹിതനാകുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്, കുടുംബം ഉണ്ടാകുന്നുണ്ട്, സൗഹൃദങ്ങളുണ്ട്, അയാൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഇയാളുടെ ഈ വളർച്ച വികാസത്തിലെല്ലാം തന്നെ ഈ രോഗം അയാളുടെ കൂടെ കൂടുന്നുണ്ട്. ഈ അവസ്ഥയിലൊക്കെ ക്രിറ്റിക്കലാണ്. കാരണം ഈ അവസ്ഥകളെല്ലാം തന്നെ അയാൾ അതുമായിട്ട് മദ്യമായിട്ട് ഇടപെടുന്നതും അത് അയാളെ അടിമയാക്കിയതും അയാൾ ജീവിതകാലം മുഴുവനും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് ഈ കുടഞ്ഞു കളയുന്ന പോലെ ഇത് തൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഇത് ഒഴിവാക്കി ജീവിക്കണം എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിവില്ലായ്മ കാരണം അത്രമാത്രം അത് ആഴത്തിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആ ആഴത്തിൽ എന്നുള്ള വാക്ക്, ആഴത്തിൽ അയാളെ സ്വാധീനിച്ച് പിടിവിടാതെ അത് പുറകെ കൂടിയൊക്കെയാണ്. പണ്ടൊരു സുഹൃത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ ഷെയർ ചെയ്തു. അത് എനിക്ക് അദ്ദേഹത്തിന്റെ ആ കമ്പാരിസൺ, ആ താരതമ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അദ്ദേഹം പറയാണ്, ഈ വിഷം വമിക്കുന്ന ഈ പാമ്പിന്റെ തലയിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് എത്ര നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റും? ഈ കാലിന്റെ ചലനം ഒരല്പം മാറിയാൽ മതി, അത് നമ്മളെ കടിക്കും, അത് നമ്മൾ ജീവനെടുക്കും. വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിഷപ്പാമ്പിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്നു. ആ കാലൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് ജീവനെടുത്തുകൊണ്ട് പോകും. അത് ഭയങ്കര അദ്ദേഹത്തിന്റെ അനുഭവം വളരെ വളരെ ശരിക്കും ഒരു നല്ല ഒരു അറിവ് ഉണ്ടാക്കി തരുന്ന അത്രമാത്രം കഠിനമായ ഒരു പരിപാടിയാണത്. മദ്യാസക്ത രോഗത്തിൽ നിന്നും വിട്ടു നിന്ന് ഈ കടിയേക്കാതെ ജീവൻ നിലനിർത്തി ജീവൻ രക്ഷപ്പെട്ട് പുറത്തു പോകാനായിട്ട് അത് അനുവദിക്കുന്നില്ല. അത്രമാത്രം ഭീകരാവസ്ഥയാണ്. അപ്പൊ ഇതിനൊക്കെ പുതിയതായിട്ട് വന്ന ആൾക്കാരോട് നമ്മൾക്ക് മറന്നു പോകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ചില നോളജുകളുണ്ട്, അറിവുണ്ട്. ഈ അറിവ് നമ്മളെ ബാധിക്കുന്ന അറിവുകളാണ്. ഈ അറിവുകൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് കൂടുതലാവും. അറിവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. എന്നാലും ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്ത കുറച്ച് അറിവുകളുണ്ട്. ആ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞത്. ഈ അഡിക്ഷൻ എന്നുള്ള വാക്ക് തന്നെ കണ്ടമാനം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും കാണുന്നതിനും കേൾക്കുന്നതിനും തോന്നുന്നതിനും എല്ലാത്തിനും അവൻ അഡിക്റ്റാണെന്നൊക്കെ. അതൊരു ശരിയായ വാക്കല്ല അങ്ങനെ പ്രയോഗിക്കുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നതിന് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അഡിക്ഷൻ അല്ല. ഈ അഡിക്ഷൻ എന്നുള്ള വാക്കിൻ്റെ പച്ച മലയാളം തന്നെ ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. ഒരു വൈകാരികമായിട്ടുള്ള ഒട്ടിപ്പിടിക്കലാണ്. അത് കൂടുതലും സന്തോഷം.
ആനന്ദം തോന്നുക, അതുകൊണ്ട് അതിനോട് ഒട്ടിപ്പിടിക്കുക, അത് എപ്പോഴും ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം ഉണ്ടാക്കുക, ആ പ്രചോദനത്തിലേക്ക് എടുത്തിയാടുക, അങ്ങനെ പടിപടിയായിട്ട് അത് വലുതാകുക. അതാണ് അഡിക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പച്ച മലയാളത്തിൽ അത് ഒട്ടിപ്പിടുത്താണ്. ആ ഒട്ടിപ്പിടുത്തം വൈകാരികമാണ്. ഇതിന് എവിഡൻസ് ഉണ്ട്, തെളിവുണ്ട്. ഇത് തലച്ചോറിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം, തലച്ചോറിൻ്റെ ഏകദേശം മിഡിൽ പോർഷൻ, മുകൾ ഭാഗം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ ഭാഗം, അവിടെ മിഡ് ബ്രെയിൻ എന്നൊക്കെ പറയാം. ആ ഭാഗത്തൊരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്. അതിനാണ് ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറയുന്നത്. നമ്മളെ എന്തെങ്കിലും ഒന്ന് മോഹിപ്പിക്കുക, വശീകരിക്കുക, അത് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നിപ്പിക്കുക, പിന്നെ അതിനു വേണ്ടി നമ്മൾ അതിൻ്റെ പുറകെ നടക്കുക. ഇതിൻ്റെ ഈ ന്യൂക്ലിയസ് അക്കുംബൻസിൽ പല കാര്യങ്ങളും, നമ്മുടെ ഭക്ഷണം നമ്മളെ മോഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം വീണ്ടും വീണ്ടും അതിൻ്റെ രുചി, അത് വീണ്ടും വീണ്ടും അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഫുഡ് അഡിക്ഷൻ. അതാണ് ഓവർ ഈറ്റിങ്, പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകുന്നത്. ഇന്ന് ഇപ്പോൾ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു രോഗാവസ്ഥയാണ് ഫുഡ് അഡിക്ഷൻ, ഓവർ ഈറ്റിങ് ആൻഡ് അഡിക്ഷൻ. പിന്നെ മറ്റൊന്ന് സെക്ച്വൽ അഡിക്ഷൻ വളരെ കൂടുതലാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ പോർണോഗ്രാഫി, അതുപോലെ തന്നെ ഈ പണ്ടത്തേതിൽ നിന്നും നമ്മുടെ വസ്ത്രധാരണം, സാമൂഹ്യ ജീവിതത്തിലുള്ള അടുപ്പങ്ങൾ, ഇതൊക്കെ കൊണ്ട് തന്നെ പുതിയ പുതിയ ധാരണകൾ, സെക്ച്വൽ അഡിക്ഷൻ വളരെ കൂടുതലാണ്. സെക്ച്വൽ അഡിക്ഷൻ ഇത് വാസ്തവത്തിൽ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ആൽക്കഹോൾ അഡിക്ഷനും മറ്റു ലഹരി വസ്തുക്കളുടെ അഡിക്ഷനും വരുന്നുള്ളത്. ഗാംബ്ലിംഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷനും, അതുപോലെ ടൊബാക്കോ അഡിക്ഷൻ, പുകയിലയുടെ നിക്കോട്ടിൻ അഡിക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗാംബ്ലിംഗ് അഡിക്ഷൻ. ഇത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ മറ്റ് ലഹരി വസ്തുക്കളുടെ അഡിക്ഷൻ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ഒരു കോഡ് വാക്ക് കൊടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. F10 മുതൽ F19 വരെയുള്ള, അത് എഫ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ്, അത് 10, 1, 0, 11, 12. അതിൽ F10 തുടങ്ങുന്നത് ആൽക്കഹോളിലാണ്. ആൽക്കഹോൾ അഡിക്ഷനാണ് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ 19ാമത്തെ ഇത് ഒരു ഒന്നിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനാണ് അവസാനത്തെ F19 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആൽക്കഹോളിസം ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. മദ്യവും മറ്റു ലഹരി വസ്തുക്കളും. ഓർത്തിരിക്കേണ്ടത്, അഡിക്ഷനെ പറ്റി ഓർത്തിരിക്കുമ്പോൾ ഇതൊരു ബ്രെയിൻ ഡിസീസാണ്, തലച്ചോറിൻ്റെ അസുഖമാണ്. അത് തലച്ചോറിൽ തുടങ്ങുന്നു, തലച്ചോറിൽ വളരുന്നു, തലച്ചോറിൽ അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ ന്യൂക്ലിയസ് അക്കോമ്പൻസ് പറഞ്ഞല്ലോ, അത് നമ്മളെ മോഹിപ്പിക്കുന്നു. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, റിവാർഡ് സെൻറ്റർ എന്ന് പറയും. റിവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലം. ഈ റിവാർഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസിൽ തന്നെ റിവാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ള തലച്ചോറിലുള്ള സാധനമാണ്. അത് നമ്മൾ മോഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോഹിപ്പിക്കൽ എല്ലാം മറന്നിട്ട് മറ്റ് ശാരീരിക, മാനസിക, വൈകാരിക, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹ്യ അവസ്ഥകളെല്ലാം മറന്നിട്ട് ഈ മോഹത്തിൻ്റെ പുറകെ പോകുന്നതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അഡിക്ഷൻ മൂലം ഈ മേഖലകളെല്ലാത്തിലും തന്നെ ഒരാൾക്ക് പരാജയം സംഭവിക്കുന്നു. എന്താണ്? ശാരീരിക അവസ്ഥകളിൽ, മാനസികമായിട്ടുള്ള അവസ്ഥകളിൽ, അതായത് ചിന്തിക്കുക, ഫീൽ ചെയ്യുക, ഇമോഷൻസ് ഉണ്ടാകുക, സ്വഭാവം ഉണ്ടാകുക, അതൊക്കെ തന്നെ അതിലെല്ലാം തകരാറുണ്ടാകാം. പിന്നെ ഒരു പ്രചോദനം, മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടാകുക. അതുപോലെ ഇങ്ങനെ ദീർഘകാലത്തേക്ക് നീണ്ടു പോവുക,
അതിൻ്റെ ഫലമായിട്ട് കൺട്രോൾ നഷ്ടപ്പെടുക. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ ഓർത്തിരിക്കണം. കൺട്രോൾ ലോസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഉദ്ദേശിക്കുന്നത് കുറച്ച് മദ്യം കഴിച്ച് നിർത്തുക എന്നാണ് കൺട്രോൾ പലരും ഉദ്ദേശിച്ചേക്കുന്നത്. അതല്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ വികാരങ്ങൾ കൊണ്ട് നമുക്ക് ഇന്ന ദിവസം ഇപ്പോൾ മദ്യം വേണ്ട, നമുക്ക് അത് വേണ്ട എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു കൺട്രോൾ വന്നിട്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമം അതിൽ പരാജയപ്പെടുന്നു. അതാണ് കൺട്രോൾ ലോസ്. മറ്റ് മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് ദീർഘകാലത്തേക്ക് പോകുന്നു. അതുപോലെ കമ്പൾഷൻ, നിർബന്ധമായിട്ടും ഉള്ളിൽ നിന്ന് അത് വന്നുകൊണ്ടിരിക്കും. ഈ പുറത്തുള്ള ചുറ്റുപാട് സിഗ്നലുകൾ, ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരു പിയർ ഗ്രൂപ്പ്, ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, കൂടെ കാണുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ചുറ്റും മദ്യത്തിൻ്റെ കടകൾ, അങ്ങനെയുള്ള അവസ്ഥകൾ ഏതൊരാളുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അത് തന്നെ എപ്പോഴും ബോർഡുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാസുകൾ, ഇങ്ങനെ ആളുകൾ, സ്ഥലങ്ങൾ, ഈ വസ്തുക്കൾ, ഇതെല്ലാം സറൗണ്ട് ചെയ്യുക, സിഗ്നൽ ഉണ്ടാക്കുക. ഈ സിഗ്നലൊക്കെ തലച്ചോറിലേക്ക് ചെന്നിട്ട് അത് ഇന്ദ്രിയപരമായ ധാരണ ഉണ്ടാക്കുക. ആ ധാരണ ഈ പറഞ്ഞ ന്യൂക്ലിയസ് അക്കംപൻഷനെ കൊണ്ട് ഒരു പ്രതിഫലം ഉണ്ടാക്കിക്കുക. ഈ പ്രതിഫലം ഒരു സന്തോഷത്തിൻ്റെ രൂപത്തിലായിരിക്കും, അമിതമായിട്ടുള്ള ഒരു ആനന്ദത്തിൻ്റെ രൂപത്തിലായിരിക്കും, ഒരു സോഷ്യലായിട്ടുള്ള ഒരു വികാരങ്ങൾ താഴെ ഇറക്കി വയ്ക്കാനും, ഒരു സമപ്രായക്കാരായിട്ട് അല്ലെങ്കിൽ എന്തും വിളിച്ചു പറയാൻ ഉള്ളൊരു അവസ്ഥ ഉണ്ടാക്കുന്ന ഇത് എൻജോയ് ചെയ്യാനൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത്. അങ്ങനെയാണ് അവർ സോഷ്യൽ ഡ്രിങ്കർ എന്നൊക്കെ പറയുന്നത്. ഒരുമിച്ച് കൂടി കുറച്ച് ചിരിക്കാൻ, രസിക്കാൻ, ഇതൊക്കെ അങ്ങനെ പല തരത്തിലുള്ള ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുക എന്നല്ലാതെ അത് അയാളുടെ പാരമ്പര്യം, അയാളുടെ വ്യക്തിത്വം, അയാളുടെ അവസ്ഥ, സിറ്റുവേഷൻസ്, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ അനുസരിച്ച് ഇതിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. അതുപോലെ അയാളുടെ ആക്ഷൻ ആൻഡ് ഇൻട്രാക്ഷൻ, അയാളുമായിട്ടുള്ള ആക്ഷൻ ഉണ്ട്. കാരണം എന്താണ്, അയാൾക്ക് ധാരണകൾ വന്നാൽ പല കാര്യങ്ങൾ അയാൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട ആളാണ്, അയാൾക്ക് ശ്രദ്ധ വേണ്ട ആളാണ്, അയാൾക്ക് ഉത്തരവാദിത്തമുള്ള ആളാണ്. ഇതൊക്കെ നഷ്ടപ്പെടും. ഈ ന്യൂക്ലിയസ് അക്കംപൻഷനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ, അതിൽ പ്രചോദനം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സ്വസ്ഥത കിട്ടില്ല. അത് ആ സിഗ്നൽ തലച്ചോറിൻ്റെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ആ സ്പ്രെഡ് ചെയ്യുന്നത്. തലച്ചോറിൻ്റെ കോശങ്ങളുടെ പേര് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അത് 100 ബില്യൺ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ 100 × 100, അതിന് കൂടെ 9 പൂജ്യം ചേർത്താൽ എത്രയാണ് ആ സംഖ്യ, അത്ര ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്, ഇലക്ട്രിസിറ്റി അതിൽ കൂടി പോകുന്നത്, സന്ദേശങ്ങൾ. അത് ഈ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിലോ 100 ട്രില്യൺ കണക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യയായിട്ട് പിന്നെ കണക്ഷൻ വരുന്നത് 100 ട്രില്യൺ കാണാം. അപ്പോൾ എത്രമാത്രം ഭയങ്കര ഇലക്ട്രിക്കൽ സിസ്റ്റമാണത്. അതായത് 100 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 100, അതിനോട് ചേർന്ന് 12 പൂജ്യം വരുന്ന ഒരു വലിയ സംഖ്യ. അത്രയും സംഖ്യ ഈ ആദ്യം പറഞ്ഞ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കലാണ്, പരസ്പര ബന്ധം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്കുള്ള കണക്ഷൻ ഇത്ര ബാഹുല്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് ഒരു അസാധാരണമായിട്ടുള്ളൊരു സംഗതിയായിട്ട് വന്നത്. ഇതിൽ പിന്നെ ധാരണ ഉണ്ടാവും, ഒരു പെർസെപ്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, ധാരണ ഉണ്ടാവും. അപ്പോൾ എന്താണ്, ആദ്യം ഇന്ദ്രിയപരമായി നമ്മൾ കണ്ട്, കേട്ട്, രുചിച്ച്, മനസ്സിലാക്കി, സ്പർശിച്ച്, ചൂടും തണുപ്പും ചുറ്റുപാടും അവസ്ഥകളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി ഇന്ദ്രിയപരമായ ധാരണ ഉണ്ടാക്കി. ആ ധാരണ
ധാരാളം തലച്ചോറിൽ ചെന്ന് അവിടെ മെമ്മറി ഉണ്ടാക്കി, അവിടെ നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെ അവിടെ ഒരു മെമ്മറി ഉണ്ടാക്കി അത് അവിടെ ഉറച്ചു. പിന്നെ ആ മെമ്മറി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം. നമ്മൾ ഓരോ നമ്മൾ മൊബൈലിൽ നോക്കുന്ന പോലെ തന്നെ അത് നോക്കുമ്പോഴത്തേക്ക് ആ മെമ്മറി പെട്ടെന്ന് വരും. അത് സ്റ്റോർ ചെയ്യുന്നു, റീകളക്ട് ചെയ്യുന്നു, അതവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ധാരണയിൽ നിന്ന് നമ്മൾ ഓർമ്മയിലേക്ക് പോയി. ഓർമ്മ വന്നു കഴിയുമ്പോഴത്തേക്കും ചുറ്റുപാടുമായിട്ട് ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇതുമായിട്ടാണ് ഈ ഓർമ്മ ഉണ്ടാകുന്നത്. പിന്നെ അതൊക്കെ നമ്മളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ ഓർമ്മ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ആവശ്യത്തിനവിടെ വേണം. ഈ ഓർമ്മയിൽ കൂടി നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ അർത്ഥങ്ങളും, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യേക പ്രൊഫഷൻ, ഒരു ജോലി ഉണ്ടാകണം. ആ ജോലി നിങ്ങളുടെ വളർച്ചയ്ക്ക്, സഹായത്തിന്, കുടുംബത്തിന് ഒക്കെ വളരെ വിലപ്പെട്ട ഒന്നാകണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമത്വവാദിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവസരം വേണം. ചില ആശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. ഈ ആശയങ്ങൾ ഇതെല്ലാം വരുന്നത് നിങ്ങൾ ഈ ലോകം നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറി അവിടെ ചെന്ന് മറ്റാളുകളിൽ കൂടി, മറ്റു വസ്തുക്കളിൽ കൂടി നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ അനുഭവിച്ച കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തയിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കൂടി ആകത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആ വിപ്ലവത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ കശാപ്പ് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? അത് ഗില്ലറ്റിൻ കൊണ്ടാണ്. ഈ അടക്കയൊക്കെ മുറിക്കുന്ന പോലത്തെ ഒരു യന്ത്രം, ഇങ്ങനെ ഇത് വാളിങ്ങനെ പൊന്തിച്ച് വെക്കുക, തലയല്ല അതിൻ്റെ താഴെ ഇങ്ങനെ വെക്കുക, ഒരു അമർത്തൽ, കുറേ തലകൾ അങ്ങോട്ട് മുറിഞ്ഞു പോകും. അത്ര ഭീകരമായ കൊലപാതകമായിരുന്നു. നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. അപ്പോൾ അത് മനസാക്ഷിയെ, മനസ്സിനെയൊക്കെ വല്ലാതെ ചിന്തിപ്പിച്ചു. അപ്പം അന്ന് മനുഷ്യൻ, അവിടുത്തെ ഫ്രാൻസിലെ മനുഷ്യരെല്ലാം, ആ വിപ്ലവത്തിന് വിധേയരായ ആൾക്കാരെല്ലാം ഒരേ മുദ്രാവാക്യം വിളിച്ചു. എന്തുകൊണ്ടാണ്? ആ ആശയം ഭയങ്കരമാണ്. ലോകത്തിലെ അങ്ങേറ്റം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം, അതിനെ നേരിടേണ്ടി വന്ന ജനങ്ങൾ, അതിലവരനുഭവിച്ചത്, അവർക്ക് അടിമകളായിപ്പോയി. അവർ അടിമത്വം അനുഭവിച്ചു. അതിനെതിരായിട്ട് അവർ ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അവർക്ക് ഇങ്ങനെ മരണം നേരിടേണ്ടി വന്നത്. അപ്പോൾ അന്ന് അസമത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം. അടിമത്തത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ മുദ്രാവാക്യം സ്വാതന്ത്ര്യമാണ്. പിന്നെ സമത്വം ഇല്ലാത്തത് കൊണ്ടാണ് അതുണ്ടായത്. ഉപരിവർഗം അത് അടിമത്തം ഉണ്ടാക്കി അത് അനുഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ സമത്വം, അതുകൂടാതെ നമ്മൾ സാഹോദര്യം, നമ്മൾ മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്നുള്ള വലിയൊരു ഭയങ്കര, അത് എത്രമാത്രം ഇഫക്റ്റീവ് ആകുന്നുള്ളതൊക്കെ പിന്നെ കാര്യം. അത് പക്ഷെ ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം. ഇനി അതുപോലെ ഒന്നും കണ്ടുപിടിക്കാനില്ല. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് ഏറ്റവും കൂടുതൽ ശരിക്കും പ്രായോഗികമാക്കേണ്ട ഒരു രോഗാവസ്ഥ ഏതാണെന്നറിയാമോ? ശരിക്കും ലഹരി വസ്തുക്കൾക്ക് അടിപ്പെടുന്ന ഒരാളുടെ അവസ്ഥയാണ്. ഈ ഗില്ലറ്റിൻ കൊണ്ട് കഴുത്ത് മുറിച്ചതിനേക്കാൾ ഭീകരമാണ് മനുഷ്യാവസ്ഥകൾ. മദ്യാസക്ത രോഗത്തിലും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടു പോയ ഒരാൾ, അയാൾക്കെതിരായിട്ടും അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കെതിരായിട്ടും അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതെല്ലാം അന്നത്തെ ആ യുദ്ധത്തിൽ നടന്നതിനേക്കാൾ ഭീകരാവസ്ഥയാണത്. അയാളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ അയാളുടെ തലച്ചോറ് അയാൾക്കെതിരായിട്ട് നിൽക്കുന്നു. വാസ്തവത്തിൽ അതങ്ങനെ ഉണ്ട്. അയാളുടെ തലച്ചോറ് അയാൾക്കെതിരാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ലഹരി വസ്തുവിൻ്റെ ഒരു പ്രധാന പ്രവൃത്തി എന്താണെന്നറിയോ?
ഇയാളെ കൊണ്ട് കൂടുതൽ അത് ഉപയോഗിപ്പിക്കുക, കുടിപ്പിക്കുക, ഉപയോഗിക്കുക. എന്താണ് അയാൾ ചെയ്യുന്നത്? ഇഞ്ചക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്നു? എന്താണ് അയാൾ ചെയ്യുന്നത്? അതിനെ ഇങ്ങനെ നിരന്തരം അയാളുടെ ചിന്തയിൽ വേട്ടയാടി, അയാളുടെ ഓർമ്മയിൽ വേട്ടയാടി, അയാൾക്ക് സ്ട്രെസ് സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ അയാളെ വേട്ടയാടി അതിന് നിർബന്ധിച്ച് അയാളെ കൊണ്ട് ഉപയോഗിപ്പിക്കുക. അതിന് റീഇൻഫോഴ്സ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബലപ്പെടുത്തുക. അയാളെ ബലപ്പെടുത്തുകയാണ് ഉപയോഗിക്കാനായിട്ട്. എത്ര ഭീകരമായിട്ട് ആണ് ഇയാളെങ്ങനെ ബലപ്പെടുത്തിയിട്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ബലപ്പെടുത്തി അയാളെ തലച്ചോറിലേക്ക് എന്താ ചെയ്യുന്നത്? പാസ്വേഡ് ഒന്ന് അടിച്ച അവിടുത്തെ ഇതിന്റെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടുത്തെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. കേൾക്കാം ഡോക്ടർ. ആ, ശരി ശരി. അപ്പൊ അയാളെ ബലപ്പെടുത്തുകയാണ്. അയാൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു അയാളെ ബലപ്പെടുത്തുന്നു. ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയൊരു അറിവായിരിക്കേണ്ട സംഗതിയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ ലഹരി വസ്തു എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്പർ 1. അയാളുടെ കൂട്ടുകാരോ അയാളുടെ നാട്ടുകാരോ അയാളുടെ ചുറ്റുപാടോ അയാളുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയോ അത് ആരാണ് ലഹരി വസ്തു ഉപയോഗിച്ച അവരൊന്നുമല്ല. ആദ്യത്തെ അയാളുടെ ശത്രു അയാൾ ഉപയോഗിക്കുന്ന ആ ലഹരി വസ്തു അയാളുടെ തലച്ചോറിൽ പ്രവർത്തിച്ച് അയാളെ കൊണ്ട് കൂടുതൽ ബലം പിടിച്ചത് ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയാണ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ബലപ്പെടുത്തൽ. അപ്പൊ ആ ബലപ്പെടുത്തൽ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് രക്ഷ പ്രാപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പൊ ആ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കി കളയണം. അത് എന്തൊക്കെ ഉണ്ടാക്കുന്നത്? അയാളുടെ ശരീരത്തിനെ ഒരേ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അത് നിർബന്ധമാക്കുന്നു. മദ്യം ചെന്നിട്ട് അതിനെ ഉപയോഗിക്കാൻ ഒരു അടിമയെ പോലെ അയാളുടെ തലച്ചോറിൽ പ്രവർത്തിച്ച് വശീകരിച്ച് അയാളുടെ പ്രവർത്തനത്തിൽ അടിമയാക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലും ശാരീരിക കോശങ്ങളുടെ എല്ലാത്തിൻ്റെ ശാരീരികമായ എല്ലാ അവസ്ഥയിലും അത് വേണം എന്നുള്ള ഒരു അടിമത്തം ഉണ്ടാക്കുന്നു. അടിമത്തം ശാരീരിക പ്രവർത്തനത്തിലൂടെ ആദ്യം ഉണ്ടാക്കുന്നത്. ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, അതായത് ശാരീരിക പ്രവർത്തനത്തിലുള്ള ആശ്രയത്വം. പ്രവർത്തിക്കണമെങ്കിൽ വേണം. അതാണ് ഈ പിന്മാറ്റ ലക്ഷണത്തിലൊക്കെ വരുന്ന തകരാറുകളൊക്കെ അതാണ്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് അങ്ങനെ ഈ ലഹരി വസ്തു അവിടെ ചെന്നിട്ട് ശരീരത്തിന് അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കില്ല, സാധാരണ പോലെ അയാൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ആ രോഗലക്ഷണങ്ങളൊക്കെ വരുന്നത്. വിറയൽ വരുന്നത്, ഉറക്കമില്ലായ്മ വരുന്നത്, ഭീകര സ്വപ്നങ്ങൾ കാണുന്നത്, അശരീരി കേൾക്കുന്നത്, അപസ്മാരം വരുന്നത്, ഇപ്പം മരിച്ചു പോകുന്നു തോന്നണത്, പിന്നെ തലച്ചോറിൽ വിഭ്രാന്തി ഉണ്ടാക്കുന്നു, അതുപോലെ പനി ഉണ്ടാക്കുന്നു, മരണം ഉണ്ടാക്കുന്നു. ഒക്കെ ഈ പ്രവർത്തനത്തിലെ അടിമത്വം, ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഈ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആ പ്രവർത്തനത്തിൽ അടിമത്തം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടിമത്തം എന്താണ്? പിന്നെ ശാരീരിക അടിമത്തമാണ്. ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഇത് വേണം അവിടെ. അതാണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. അതായത് നിങ്ങളുടെ മാംസപേശികൾ ചലിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ആരോടെങ്കിലും വർത്തമാനം പറയണം, ആരെങ്കിലും നേരിടണം. ഇതിനൊക്കെ തന്നെ വൈകാരിക അവസ്ഥകളുടെ കൂടെ നിങ്ങൾക്ക് ഇതും കൂടി വേണം. അപ്പോൾ ശരീരം, പിന്നെ മനസ്സിൻ്റെ വൈകാരികത, അതെല്ലാം അടിമത്തത്തിലേക്ക് പോയി. അപ്പം മാനസികമായ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് മാനസികമായ ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. 4ാമത്തെ അടിമത്തം എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വേണം എന്നുള്ളൊരവസ്ഥ കെമിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയും. കെമിക്കൽ ഡിപ്പെൻഡൻസ്. അപ്പോൾ എത്ര തരത്തിലുള്ള അടിമത്താണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അടിമത്തം ഇത് ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അയാളൊരു മനുഷ്യനാണ്, അയാൾക്ക് ജീവിക്കണം.
പക്ഷെ ആ ജീവിക്കാൻ അനുവദിക്കില്ല, ജീവിക്കാൻ അയാളെ അനുവദിക്കില്ല. അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള സംഗതിയാണ്. ഇതിലിപ്പോ തലച്ചോറിന്റെ ആ മുകൾ ഭാഗം കൊണ്ട് അയാൾക്ക് എന്തൊക്കെയാണ്, അയാൾക്ക് പ്ലാനിങ്, തീരുമാനം ബുദ്ധിപൂർവം ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കല്, ഇതൊക്കെ തലച്ചോറിന്റെ മുകൾ ഭാഗത്ത്. അതുപോലെ അയാൾ കണക്കുകൂട്ടലുകൾ, അയാളുടെ ഭാവനകൾ, അയാൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കല്, ആശയങ്ങൾ പ്രകടിപ്പിക്കല്, കാണുന്നു കേൾക്കുന്നു ഒക്കെ ഈ മുകൾ ഭാഗം കൊണ്ടാണ് നടക്കുന്നത്. ഇതും കഴിഞ്ഞ് തലച്ചോറ് താഴേക്ക് പോകുമ്പോൾ വൈകാരിക അവസ്ഥകളാണ് താഴേക്ക്. അതും കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അയാളുടെ ബോധമണ്ഡലം. ഈ ബോധമണ്ഡലം എന്തിലേക്കൊക്കെ പോകുന്നുണ്ടെന്നറിയാമോ? ഈ ബോധമണ്ഡലം എല്ലാത്തതായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് താഴെ നിന്ന് മുകളിലേക്ക് വേണ്ട, നിങ്ങൾ നട്ടെല്ലിൻ്റെ അവിടുന്ന് തന്നെ അതിൻ്റെ ആ ബോധം ഈ പുറത്തുള്ള സന്ദേശങ്ങളിൽ കൂടി. സന്ദേശം എന്താണ്? നിങ്ങൾ കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത്, സ്പർശിച്ചതൊക്കെ ആ സന്ദേശങ്ങളിൽ കൂടി തന്നെ സുഷുപ്ന, നട്ടെല്ലിൻ്റെ ഉള്ളിൽ, സുഷുപ്നയുടെ ഉള്ളിൽ കൂടി തലച്ചോറിലേക്ക് അത് കയറി വരുവാണ്. അത് ഈ മിഡ് ബ്രെയിൻ, തലച്ചോറിൻ്റെ മിഡ് ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇലക്ട്രിസിറ്റി നിരന്തരം ഒരു സിഗ്നൽ പോലെ, ഒരു ലൈറ്റ് പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വെളിച്ചത്തിൻ്റെ ഉള്ളിലാണ്, നമുക്ക് ഈ ലോകമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റുന്നത്. ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ സ്വന്തക്കാർ, ബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങൾ വേർതിരിച്ചറിയുന്നതും നിങ്ങൾ സ്നേഹിക്കുന്നതും, നിങ്ങൾ പക, വിദ്വേഷം, ഇമോഷൻസ് ഒക്കെ അതിൽ കയറി പ്രവർത്തിക്കുന്നതും, ഇതൊക്കെ ഈ ബോധത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ബോധത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്, ശരീരം പ്രവർത്തിക്കുന്നത്. ബോധം ഇല്ലെങ്കിൽ ഒന്നും, ഒരു പ്രവർത്തനമില്ല. അപ്പൊ ആ ബോധം എത്രമാത്രം ശക്തമായിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ലഹരി വസ്തുവിനെ കൂടി ആ ബോധം മുറുകെ പിടിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് താഴെ നിന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് വരുവാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലേക്കും ഫീൽ ചെയ്യുന്നതിലേക്കും അതിങ്ങനെ കയറി വരുവാണ്. നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വരുവാ താഴെ നിന്ന് മുകളിലേക്ക്. അപ്പോൾ എത്ര കറക്റ്റാണ് അവർ പറഞ്ഞത് ഇത് ആഴത്തിലുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ അത് കൂട്ടിപ്പിടിക്കുന്ന വേറൊരു ഇതുണ്ട്. നമ്മളിതിനെല്ലാം പരസ്പരം നിയന്ത്രിക്കണം. ഒരാൾ ഒരു വണ്ടി ഓടിക്കുമ്പോഴോ, വിമാനം പറപ്പിക്കുമ്പോഴോ, സൈക്കിൾ ഓടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോഴോ ഒക്കെ എന്തെല്ലാം ഉണ്ട്? അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പുറമേ ഉള്ള ഒരു ബോധം പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു ചുറ്റുപാട്. അയാളുടെ ഉള്ളിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. അത് അങ്ങേയറ്റ ശ്രദ്ധയോടുകൂടിയൊക്കെ ചെയ്യാനുണ്ട്. അത് അയാൾക്ക് ആ സമയത്ത് ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രവൃത്തി കുഴപ്പത്തിലാവും. അപ്പോൾ അയാൾക്ക് അവിടെ കൺട്രോളുണ്ട്. തലച്ചോറ് അയാളെ ബോധത്തിൻ്റെ ഉള്ളിൽ കൺട്രോൾ നടപ്പിലാക്കുന്നുണ്ട്. ശ്രദ്ധയുണ്ട്, അയാൾ ഒരു ജാഗ്രതയോടുകൂടി ഇരിക്കുന്നുണ്ട്, ധാരണയുണ്ട്, അയാൾക്ക് മനസ്സിലാക്കലുണ്ട്, ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ബോധത്തിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അവിടെ എല്ലാത്തിനെയും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാ സംഗതികളെയും കൂട്ടിപ്പിടിക്കുക, ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ചില രോഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില രോഗങ്ങളിൽ, മാനസിക രോഗങ്ങളിൽ ചിലതരം സാധാരണ പതിവില്ലാത്ത ചില ചലനങ്ങളുണ്ടാവും. അതൊക്കെ ഒരു രോഗി എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, ഒരു 25 വയസ്സ് ആയിട്ടില്ല. അവനെ കൊണ്ട് അവൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ബത്തേരിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അവൻ്റെ രോഗചരിത്രം ഭയങ്കര രസകരമായിട്ടുള്ളൊരു രോഗചരിത്രമാണ്. അവൻ്റെ ഇമോഷൻസ്, വികാരങ്ങൾ അത് കൺട്രോളില്ല. പെട്ടെന്ന് ദേഷ്യം വരും. അത് തന്നെയല്ല, അവന് എപ്പോഴും അസഭ്യം പറയും. അത് സ്വന്തം അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെ ഒരു നോട്ടമില്ലാതെ ചുറ്റുപാട് എന്താണെന്നറിയാതെ തന്നെ അസഭ്യം പറയുക. അതിനോടൊപ്പം തന്നെ ഒരു ചലനം,
ഈ കൈയൊക്കെ ഇങ്ങനെ ഒരു കുടഞ്ഞിട്ടൊരു ചലനം വരും അതിൻ്റെ കൂടെ തന്നെ. ഒരുതരം നമുക്ക് തോന്നുന്നൊരു വിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. അപസ്മാരമല്ല അത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറും അതിൻ്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് കൂട്ടിപ്പിടിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഭാഗമുണ്ട്. അതിന് ബേസൽ ഗാംഗ്ലിയ എന്നൊക്കെ പറയും. ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ അങ്ങേയറ്റത്തെ താഴെ ഭാഗമാണ്. സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ. അപ്പോൾ ഈ മാംസത്തിന് അതിൻ്റെ ശക്തിയെ കൂട്ടിപ്പിടിക്കാനായിട്ടുള്ള പ്രത്യേക ഇതാണ് അതിൻ്റെ പേര്. അതിൽ രോഗം വരും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പാർക്കിൻസോണിസം എന്ന് പറഞ്ഞ രോഗമുണ്ട്. പാർക്കിൻസോണിസം ഇങ്ങനെ ഒരു വിറയലാണത്. ആ വിറയൽ ഈ ബേസൽ ഗാംഗ്ലിയയുടെ രോഗമാണ്. ഇതും ബേസൽ ഗാംഗ്ലിയ ഇത് ഇമോഷനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരന് അസഭ്യം പറയുകയും ആ ചലനം ടിക്ക് എന്ന് പറയുന്നത്. ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരുതരം അസാധാരണമായിട്ടുള്ള ചലനം. അങ്ങനെ ചില ആൾക്കാർ കൈയൊക്കെ ഇങ്ങനെ വിറപ്പിക്കുകയോ ചലിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ ചില എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷെ ഈ സഹോദരന് ഈ സുഹൃത്തിന് ആ ചലനങ്ങൾ മാത്രമല്ല, ഇമോഷൻസ് അൺകൺട്രോളബിൾ ആയിരുന്നു. അങ്ങനെ അസഭ്യ ഭാഷ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഗില്ലീസ് ഡീലാക് ടൂറേറ്റ് സിൻഡ്രോം എന്നൊക്കെ എൻ്റെ ഇംഗ്ലീഷിലെ പേര് ആ രോഗത്തിൻ്റെ. ഗില്ലി എന്ന് പറഞ്ഞ ആളാണ് കണ്ടുപിടിച്ചത്. ടൂററ്റ് സിൻഡ്രോം എന്ന് പറയും ആ രോഗത്തിൻ്റെ പേര്. അതിന് മാനസിക രോഗത്തിന് മരുന്ന് കൊടുത്തിട്ടാണ് ആ പയ്യന് ശമനം വന്നു. ഒരു 6 മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും അച്ഛനും അവനുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ പറഞ്ഞു നല്ല ആശ്വാസമുണ്ട്, പക്ഷെ മാറിയിട്ടില്ല, ശമനമുണ്ട് അങ്ങനത്തെ രോഗങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മൾ ഈ ആൽക്കഹോളിസത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അന്നത്തെ ആ ഡോക്ടർ പറഞ്ഞില്ലേ ഇത് വളരെ ആഴത്തിലും അതിൻ്റെ പരപ്പും ഭയങ്കരമാണെന്ന് പറഞ്ഞില്ലേ, അത് വളരെ കറക്റ്റാണ്. അതുപോലെ നമ്മൾ ഈ സെറിബെല്ലം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളിപ്പോൾ കൈ നിവർത്തി മൂക്കിൻ്റെ അറ്റത്ത് കറക്റ്റായിട്ട് കണ്ണടച്ചിട്ട് നമുക്ക് തൊടാൻ പറ്റും. പക്ഷെ സെറിബെല്ലത്തിന് കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അത് തലച്ചോറിൻ്റെ പുറകുവശത്തുള്ള സാധനമാണ്. അത് കൂട്ടിപ്പിടിക്കുന്നതാണ്, ചലനത്തിനെ കൂട്ടിപ്പിടിക്കുന്നത്. അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ മൂക്കിൻ്റെ അറ്റത്തും തൊടാൻ പറ്റില്ല. മൂക്കും കഴിഞ്ഞിട്ട് അങ്ങേയറ്റത്തേക്ക് കൈ വിരലങ്ങോട്ട് പോകും. അപ്പോൾ അൺകൺട്രോളബിൾ. ഈ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഡോക്ടറെ അടുത്ത് പരിശോധിക്കാൻ കൊണ്ടുവന്നത് ഡോക്ടർ ചെയ്യുന്ന സിമ്പിൾ ടെസ്റ്റ് അതാണ്. ഈ മദ്യത്തിൻ്റെ തലച്ചോറിലെ ആദ്യത്തെ പ്രവർത്തനം ഈ സെറിബെല്ലം ഈ മാംസപേശികളെയും സന്ധികളെയും ഒക്കെ കോർഡിനേഷൻ, പരസ്പരം സഹകരിച്ച് അത് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് വേണം ഒരു ചലനം ഉണ്ടാവാൻ. അങ്ങനത്തെ ഒന്നാണ് കൈ നിവർത്തിയിട്ട് മൂക്കിൻ്റെ അറ്റത്ത് തൊടുന്നത്. അപ്പോൾ അത് നടത്തുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ ഈ സെറിബെല്ലം ഈ മദ്യത്തിന് അടിപ്പെട്ട് ആദ്യം തന്നെ അത് അടിപ്പെടും. അതുകൊണ്ടാണ് ഒരാൾ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നത്, നടക്കുമ്പോൾ വീഴാൻ പോകുന്നത്, സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളൊന്നും പറ്റാതെ വരുന്ന അതാണ്. മാംസപേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കാൻ പറ്റില്ല സെറിബെല്ലം. അപ്പോൾ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ട്, മദ്യം പ്രത്യേകിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ ഈ സിമ്പിൾ ടെസ്റ്റാണ് ചെയ്യണം. മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടോ എന്ന് നോക്കും, ഈ ടെസ്റ്റ് നോക്കും. അതുകൊണ്ട് ഡോക്ടർക്ക് മനസ്സിലാവും മദ്യം കഴിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു മെഷീനാണ് നമ്മളെ ഈ തലച്ചോറ്. അപ്പോൾ അഡിക്ഷൻ ഇതിനെല്ലാത്തിനെയും ബാധിക്കും, നമ്മളെ അടിമയാക്കും. നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വർഷങ്ങൾ പിടിക്കും. എത്രയോ കാലം ആലോചിച്ച് നടക്കുന്നുണ്ട്, പിന്നെ തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഒരു ആക്ഷൻ ഏല് വന്നിട്ട് ഒരു ആക്ഷൻ ഉണ്ടാക്കി എത്രയോ ആൾക്കാർ പരാജയപ്പെട്ട് പിന്നെയും പുറത്തേക്ക് പോകുന്നു. എത്രയോ റിലാപ്സുകൾ. അതിനിടയിലൊക്കെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ക്വാളിറ്റി, മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ കഴുത്ത് വെട്ട്, തലവെട്ട് എന്നൊക്കെ അങ്ങനത്തെയൊക്കെ ശരിക്കുള്ള മാനസിക രോഗങ്ങളും അതിലൊരു ക്രിമിനാലിറ്റി ഉണ്ടാകുന്നു. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ജീവിതം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള
ഒരു രോഗത്തിന് നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെ ഉപകരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് നടപ്പിലാവുന്നു, എങ്ങനെ നമുക്ക് ചികിത്സിക്കാം. ഇപ്പോൾ അഡിക്ഷൻ എന്താണെന്ന് ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അഡിക്ഷൻ ഈസ് എ ബ്രെയിൻ ഡിസീസ്, ഒരു പ്രോഗ്രസീവായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ബ്രെയിൻ ഡിസീസാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ, നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നു. അങ്ങനെ ബാധിച്ചാൽ നമുക്ക് ശരിക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ യാഥാർത്ഥ്യ ബോധവും ഒക്കെ നഷ്ടപ്പെടും. നമുക്ക് മനുഷ്യനാകാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ രക്തചുരുക്കം. ഇതിനു വേണ്ടി, ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇത്രയും ലളിതമായിട്ടുള്ള ഒരു പരിപാടി, അതീവ ലളിതമായൊരു പരിപാടി, പക്ഷെ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ പരിപാടി കൂടി ഇത് എങ്ങനെ ചികിത്സിക്കാം, ചികിത്സയിൽ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ, ഇയാൾ പ്രോഗ്രാമിന് വരുമ്പോൾ അതിന് മുമ്പ് തന്നെയെങ്കിലും മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ സംഗതികൾ അയാളുടെ ബ്രെയിനിൽ കയറുള്ളൂ. ഇത് ആശയങ്ങളാണ്, അറിവാണ്. അത് അയാളെ തലച്ചോറിൽ കയറി അയാൾക്ക് മനസ്സിലാക്കി ശ്രദ്ധിച്ചിരുന്ന് അത് അത് സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ പോലും അവിടെ ഈ മദ്യത്തിൻ്റെ സാന്നിധ്യം പറ്റില്ല. ചുരുങ്ങിയ പക്ഷം ഒരു 3 ആഴ്ച മുതൽ 3 മാസം വരെയെങ്കിലും അയാൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പരിപാടി ചെയ്തിട്ട് ഈ പ്രോഗ്രാമിൽ കൂടി മുന്നോട്ട് പോകണം. ചില ആൾക്കൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ പിടികിട്ടും. വിഡ്രോയിലൊന്നും ഇല്ലാതെ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിക്കാനൊക്കെ പറ്റും. നല്ലൊരു ശതമാനം ആൾക്ക് പറ്റും. പക്ഷെ അത് തുടർച്ചയായിട്ട് പറ്റില്ല. കാരണം സിഗ്നലുകൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും. പിടിച്ചു വലിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ബലപ്പെടുത്തുന്ന സിഗ്നലുകൾ ഇങ്ങനെ പുറത്തുനിന്ന് ചുറ്റുപാടുന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പുനർപതനം സംഭവിക്കും. ആ പതനത്തിൽ ഭയങ്കര ഭീകരമാണ് പതനം. ആ പതനത്തിനൊക്കെ ആൾക്കാരൊക്കെ നിസ്സാരമായിട്ട് കണക്കാക്കും. പതനം ഭയങ്കര ഭീകരമായിട്ടുള്ള പതനമാണ്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ തന്നെ മദ്യത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. സ്റ്റാൻഡേർഡ് 24 മണിക്കൂർ വിട്ടു നിൽക്കാൻ കഴിയാത്തവരുണ്ട്. ഒരാഴ്ച വിട്ടു നിൽക്കാൻ പറ്റാത്തവരുണ്ട്. 1 മാസം വിട്ടു നിൽക്കാൻ പറ്റാത്തവരുണ്ട്. പിന്നെ എങ്ങനെ 3 മാസമൊക്കെ തയ്ക്കും. അപ്പോൾ അവർ പ്രോഗ്രാമിൽ എങ്ങനെയായാലും വരണം. അവരെ അവിടെ എത്തിക്കാനുള്ള മരുന്നുകൾ വരെ ഉണ്ട്. ഒരു നല്ല ഡോക്ടർക്ക് അത് അയാളുടെ സ്വഭാവം പരിശോധിച്ച്, അയാളുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച്, ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് പരിശോധിച്ച്, ഡോക്ടറുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി അയാളെ ഇതിലേക്ക്, അറിവ് ഉപദേശമൊന്നും അല്ല പ്രധാനം. അയാളുടെ ഡോക്ടർ വലിയ സംഭവം പറഞ്ഞ് പേടിപ്പിക്കലൊന്നും അല്ല. പക്ഷെ അയാളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, പതുക്കെ ഒരു എമ്പതി, ഒരു അനുതാപം അയാളുടെ അവസ്ഥയിൽ ഫീൽ ചെയ്യുക, അത് നടപ്പിലാക്കുക. അതിൽ നിന്ന് അയാൾക്കൊരു സ്നേഹം, അയാൾ ഒരു അന്യനാണ്, പക്ഷെ അയാളുമായിട്ട് അയാളുടെ അവസ്ഥയിൽ അയാളോടൊരു സ്നേഹം, ഒരു അനുതാപം, അയാളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു തോന്നൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ ഡോക്ടർക്ക് അയാളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാകും. അതിൽ നിഷേധം കൂടുതലുണ്ടോ, അയാൾ പറയുന്ന കാര്യങ്ങൾ നുണ പറയുന്നുണ്ടോ, അയാൾക്ക് വിട്ടു നിൽക്കാനുള്ള ആഗ്രഹമുണ്ടോ, ഇതൊക്കെ ടെസ്റ്റുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. 4 ചോദ്യങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വൈരുദ്ധ്യം നിറഞ്ഞ 4 ചോദ്യങ്ങൾ, സിമ്പിൾ ചോദ്യങ്ങൾ ചോദിച്ച് രോഗാവസ്ഥയുടെ സീരിയസ്നെസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ, ഒന്ന്, അത് വൈരുദ്ധ്യമാണ് എൻ്റെ സംഗതി. അത് അയാൾ അറിയാതെ അതിൻ്റെ ഉത്തരം പറയും. ഇതൊന്ന്, അയാൾക്ക് നിർത്താൻ താല്പര്യമുണ്ടെന്ന് അയാൾ പറയുകയാണെങ്കിൽ എൻ്റെ അർത്ഥം, അതിലെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, നിർത്താൻ താല്പര്യമുള്ള ആൾ വീണ്ടും കുടിക്കുക എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമല്ലേ. അപ്പം മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് കുഴപ്പമുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ട്, അനുഭവമുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും
അയാൾ ഉപയോഗിക്കുന്നത്. അവിടെ വൈരുദ്ധ്യമാണ്. രണ്ടാമത് പിന്നെ അയാള് മദ്യത്തെക്കുറിച്ചുള്ള സംസാരത്തിലൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഉപദേശിച്ചാൽ ദേഷ്യം ഉണ്ടാവും. പക്ഷെ അയാൾ കുടിക്കുന്നുള്ള ഒരു സത്യമല്ലേ. അപ്പം അവിടെയും വൈരുദ്ധ്യമുണ്ട്. പിന്നെ അയാൾ ഏകാന്തതയിലിരിക്കുമ്പോൾ അയാൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. കുറ്റബോധം ഉണ്ടെങ്കിൽ അയാൾ ആ കുറ്റബോധത്തിനനുസരിച്ച് മാറ്റം വരുത്തണ്ടേ. അത് വരുത്തുന്നില്ല. അവിടെയും വൈരുദ്ധ്യമുണ്ട്. നാലാമത്തേത്, രാവിലെ ഒരു ജോലി ചെയ്യണമെങ്കിൽ അയാൾക്ക് മദ്യം കഴിക്കാൻ പാടില്ല, പറ്റില്ല. മദ്യം കഴിച്ചാൽ അയാളുടെ ചലനങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. സമൂഹം അയാളെ അകറ്റി നിർത്തും, പ്രത്യേകിച്ച് രാവിലെ. അപ്പോൾ രാവിലത്തെ ജോലിക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മദ്യം. പക്ഷെ ഇയാൾക്ക് കണ്ണു തുറന്നാൽ മദ്യം കിട്ടിയാൽ അയാൾക്കുള്ള ആർത്തിയോടെ കുടിക്കണം തോന്നും. അതും വൈരുദ്ധ്യമാണ്. അപ്പം ഇങ്ങനെ 4 വൈരുദ്ധ്യങ്ങളുടെ ആ ചോദ്യം, അത് 4ഉം പോസിറ്റീവ് ആണെങ്കിൽ അത് ഭീകരമായ അവസ്ഥയിലാണ്. വളരെ സിമ്പിൾ ടെസ്റ്റാണ്. ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക്, ഒരു സാധാരണ മനുഷ്യന്, ഒരു ഹെൽത്ത് വർക്കർക്ക്, ആർക്കും ഈ 4 ചോദ്യങ്ങൾ വേണ്ട രോഗിക്ക് സ്വന്തമായിട്ട് ചോദിക്കാം. ഇത് 4ഉം പോസിറ്റീവ് ആണെങ്കിൽ അയാൾ അവസ്ഥയിലാണ്. മദ്യാസക്തനാണ്, അങ്ങേയറ്റം ശരീരത്തെയും മനസ്സിനെയും കീഴടക്കി കഴിഞ്ഞു. അയാൾക്ക് എന്ത് സംഭവിക്കാം. അപ്പോൾ അയാൾ ഉടനെ തന്നെ ചികിത്സിക്കണം. മറ്റ് ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അത് 5 വാക്കുകളുള്ള ചോദ്യമാണ്. അത് അയാളുടെ അളവ് കൂട്ടുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം അതാണ്. അയാൾ 2 പെഗ്ഗിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും ആ 2 പെഗ്ഗിലാണോ നിൽക്കുന്നത്, 5 പെഗ്ഗിലാണോ, 8 പെഗ്ഗിലാണോ, അങ്ങനെ മദ്യത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? രണ്ടാമത്തത്, അയാൾ രാവിലെ എഴുന്നേറ്റാൽ സങ്കടപ്പെടുന്നുണ്ടോ? മദ്യം കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് സങ്കടപ്പെടുന്നുണ്ടോ? അപ്പോൾ അതൊരു ചോദ്യമാണ്. മദ്യം കിട്ടാൻ വേണ്ടി അതൊരു മുൻഗണനയാണ്. മദ്യം വേണം എന്നുള്ളൊരു മുൻഗണനയാണ്. അങ്ങനെ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള ആലോചനകൾ വരുന്നു, അതിനെപ്പറ്റി സങ്കടപ്പെടുന്നു. മൂന്നാമത്തത്, ഈ കണ്ണ് തുറന്നാൽ മദ്യം വേണം എന്ന് തോന്നൽ. നാലാമത്തത്, ഇപ്പോൾ തന്നെ അയാൾക്ക് ഈയിടെയായിട്ട് പല കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എല്ലാം മറവി വരുന്നു. ചിലപ്പോൾ മദ്യം കഴിച്ചാൽ ഓർമ്മ വരുന്നു. ഇങ്ങനത്തെ വിരോധാഭാസങ്ങൾ അയാൾക്ക് വരുന്നു. എല്ലാം തലച്ചോറിനെ അത് കീഴടക്കി എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുപോലെ അയാൾക്ക് ഭയങ്കര ആസക്തി, ക്രേവിങ്, അയാൾക്ക് സാധാരണ കഴിഞ്ഞ അമിതമായിട്ടുള്ള ആർത്തി, ഇത്രയും സംഗതി ഉണ്ടോയെന്ന് അയാൾക്ക് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അത് ചോദിച്ച് അതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ അയാൾ അങ്ങേറ്റത്തെ രോഗാവസ്ഥയിലാണ്. അപ്പോൾ വലിയ പരിശോധനയൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ മദ്യം ഒടിച്ച് വണ്ടി കയറി അത് പിടിക്കാതെ, അല്ലാതെ അയാൾ ജയിലിൽ കയറി ഇറങ്ങി, അല്ലെങ്കിൽ അടിപിടികൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വസ്തുവകൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ പോകുന്നവരൊന്നും കാത്തിരിക്കണ്ട. ഈ 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ ചോദിച്ച് അത് ഒരു സ്വന്തക്കാരൻ അത് മനസ്സിലാക്കിയിട്ട് അയാളെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് ഒരു ചികിത്സയ്ക്ക് വിധേയനാക്കി. ചികിത്സ വളരെ ഇഫക്റ്റീവാണ്. ശരിക്കും മരുന്ന് കൊണ്ടുള്ള ചികിത്സ വളരെ ഇഫക്റ്റീവാണ്. കാരണം അയാളുടെ ശരീരം വഴങ്ങണം, മനസ്സ് വഴങ്ങണം. അപ്പോൾ ശരീരത്തിന് ഉറക്കം വേണം, ഭക്ഷണം വേണം, വിശ്രമം വേണം. അതില്ലാതെ ഒരാൾ ചികിത്സിക്കാൻ നടന്നാൽ അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റാതെ അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് തന്നെയല്ല, അയാളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. കാരണം അയാൾക്ക് അപസ്മാരം വന്ന് അയാൾ മരിച്ചു പോകും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് ഷുഗർ കുറഞ്ഞിട്ട് കുഴപ്പമുണ്ടാവും. അപ്പോൾ ശരിക്കുള്ള ചികിത്സ അയാൾക്ക് ചെയ്യണം. അപ്പോൾ അത് സ്വന്തക്കാർ തന്നെ ചെയ്യണം. കാരണം അയാളുടെ ബ്രെയിൻ അബ്നോർമൽ ആണെന്ന് അവർ മനസ്സിലാക്കണം. ആ സമയത്ത് ഒരു പക തീർക്കാനുള്ള പരിപാടിയല്ല. അവൻ അങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ളവനാണ്, അതാണ്. അപ്പം നമ്മൾ ഇത് നമ്മൾ സമൂഹം മൊത്തം ഉത്തരവാദികളാണ്. ഇപ്പം നമുക്കൊരു ഗവൺമെൻറ് ഉണ്ടാകുന്നതിന് ഉത്തരവാദി ആരാ? നമ്മളെല്ലാവരും. ആ ഗവൺമെൻറ് മദ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എവിടെയും കിട്ടുന്ന രീതിയിലാക്കുവാണെങ്കിൽ നമ്മൾ ഉത്തരവാദിയാണ്. അപ്പം ഈ പറയുന്ന ആൾക്കാർ ഞാൻ ഉത്തരവാദിയല്ല, അവനല്ലേ കുടിക്കുന്നത്, അത് ശരിയല്ല. ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ്.
അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് ചിലപ്പോൾ നമ്മളും കൂടി ഉത്തരവാദിയായിരിക്കും. അയാൾ ഓരോ പ്രാവശ്യവും മദ്യം കഴിക്കുമ്പോൾ അയാളെ ശകാരിക്കുന്നതിന് പകരം അയാളോടുള്ള ഒരു മൃദു സമീപനം ചിലപ്പോൾ അയാളെ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ വിദേശങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും മദ്യം കഴിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഭാര്യ മാത്രം മദ്യം കഴിക്കുന്നു, ഭർത്താവ് കഴിക്കുന്നില്ല. നമുക്ക് എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ ജീവിക്കുന്ന ആളാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഒരാൾ രോഗിയാകുന്ന സമയത്ത് അയാളോട് പകപോക്കൽ നടത്തുന്ന ആ ഒരു ചിന്ത വരുന്നത് തന്നെ ഒരു വലിയൊരു വിരോധാഭാസമാണ്. അത് കുഴപ്പമാണ്. പണ്ടൊക്കെ ചില ന്യൂസിൽ പഴമക്കാർ പറയാറുണ്ട്, അയാൾ അടിത്തട്ടിൽ തട്ടട്ടെ, എന്നിട്ട് അത് പഴയ അവസ്ഥയാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് അയാളെ നേരത്തെ തന്നെ ഒരു ചികിത്സാലയത്തിൽ എത്തിക്കാൻ വോയിസ് ഡൗൺ ആവുന്നുണ്ടോ? തിരിച്ചു. എനിക്ക് മാത്രമാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഏത് രോഗത്തിലും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആ രോഗത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ സീരിയസ്നെസ്. അപ്പം അത് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് മൈൽഡ്, ചെറിയൊരു രോഗം. പിന്നെ മോഡറേറ്റ്, കുറച്ചുകൂടി മോശപ്പെട്ട അവസ്ഥ. മൂന്നാമത്തെ സിവിയർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മോശപ്പെട്ട അവസ്ഥ. ഇത് ചോദ്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം, സ്വഭാവത്തിൽ കൂടി മനസ്സിലാക്കാം, ശാരീരിക മാനസിക അവസ്ഥകളിൽ കൂടി മനസ്സിലാക്കാം, നിഷേധത്തിൽ കൂടി മനസ്സിലാക്കാം, കൂടെ ജീവിക്കുന്നവരുടെ ഉപദ്രവത്തിൽ കൂടി മനസ്സിലാക്കാം, കേസുകളുണ്ടെങ്കിൽ, നിയമലംഘനം ഉണ്ടെങ്കിൽ അതിൽ കൂടി മനസ്സിലാക്കാം. പക്ഷെ എങ്ങനെയായാലും ഈ മൈൽഡായിട്ടുള്ള രോഗത്തിൽ അയാൾക്കും അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കും അധികം ഉപദ്രവമില്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും അയാൾക്ക് അറിവ് കിട്ടേണ്ട ഒരവസ്ഥയാണത്. കാരണം ഈ മൈൽഡിൽ നിന്നാണ് മോഡറേറ്റ് സിവിയറിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നേരത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. രണ്ടാമത്തത് മോഡറേറ്റ്. ഈ മോഡറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശാരീരിക അവയവങ്ങളൊക്കെ പലതിലെയും ബാധിച്ചു കഴിയും. അത് ചികിത്സ കൊണ്ട് ചിലപ്പോൾ പഴയ അവസ്ഥയിലേക്ക് വരണം നിർബന്ധമില്ല. ഇപ്പോൾ കരൾ സിറോസിസ് വന്നു. സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിന്നാൽ മറ്റു പല അവസ്ഥകളും നോക്കിയിട്ട് നമ്മുടെ ഭക്ഷണം, അതിൻ്റെ പോഷകങ്ങൾ, നമ്മുടെ ജോലി, മറ്റ് രോഗപ്രതിരോധ ശക്തി, ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് അത് മാറ്റം വന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ സിറോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് വളരെ പ്രയാസമാണ്. എങ്കിലും അയാൾക്ക് കൂടുതൽ ഉപദ്രവമില്ലാതെ, അത് കട്ടിയായി രക്തക്കുഴലിനെ ബാധിക്കാതെ, ക്യാൻസർ ഉണ്ടാക്കാതെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കാലം അയാൾക്ക് ജീവിക്കാം. പക്ഷെ സിവിയർ ആണെങ്കിൽ ഏത് അവസ്ഥയിലും മരണം അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ മൈൽഡ് ഉള്ള അവസ്ഥയിൽ തന്നെ തുടങ്ങണം. ഇവിടെ തന്നെ അറിവ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. അയാൾ അവകാശപ്പെടുന്നത് താനൊരു സോഷ്യൽ ഡ്രിങ്കറാണെന്ന്. പക്ഷെ അത് ഏത് ലഹരി വസ്തു ഞാൻ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ നമ്മൾ അയാൾക്ക് നല്ലൊരു അറിവ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം ശരിക്കും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നേരത്തെ റിക്കവറി ഉണ്ടാവും. തന്നെയല്ല, അയാൾ നിങ്ങളോട് ഭയങ്കര കടപ്പെട്ട ആളായിരിക്കും. അയാൾക്ക് ഉൾക്കാഴ്ച കൊടുത്ത ആളെ അയാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. എന്ന് വിചാരിച്ച് നിങ്ങളുടെ അടിമയാകണമെന്നൊന്നുമല്ല, അതിൽ കൂടി നിങ്ങൾ തന്നെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു ഉൾക്കാഴ്ച കൊടുക്കുക. പ്രോഗ്രാം മറ്റൊരാൾക്കൊരു ഉൾക്കാഴ്ച കൊടുക്കുന്ന 12 സ്റ്റെപ്പ് പ്രോഗ്രാമാണ്. കാരണം അത് സെൽഫ് ഹെൽപ്പ് കൂടിയാണ്, സ്വയം സഹായിക്കൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചികിത്സയെ പറ്റിയാണ് ഉള്ള സംഗതിയാണ്. അപ്പോൾ ഒന്ന്, ഏത് കാറ്റഗറിയിലുള്ള ആളാണ് അയാൾ, ചികിത്സ എത്ര എമർജൻസി ആണ്, എങ്ങനെ ചികിത്സിക്കണം,
അപ്പോൾ ഈ ചികിത്സയില് മദ്യാസക്ത രോഗിയുടെ കൂടെ തന്നെ മറ്റു രോഗങ്ങൾ പുറകെ കൂടും. അതെല്ലാം ശാരീരികമായിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അതെല്ലാം കൺട്രോളിൽ വരുത്തണം. ചില രോഗങ്ങളൊക്കെ കൺട്രോളിൽ വരുത്താനേ പറ്റുള്ളൂ. ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം, ഇതൊക്കെ മദ്യാസക്ത രോഗത്തിൻ്റെ കൂടെയുള്ള രോഗങ്ങൾ തന്നെയാണ്. രക്തക്കുഴലിന് വരുന്ന മാറ്റങ്ങൾ, കരളിന് വരുന്ന മാറ്റങ്ങൾ, മാംസപേശികളെ വരുന്ന മാറ്റങ്ങൾ, വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങൾ, മാനസിക കുഴപ്പങ്ങൾക്ക് ഭയങ്കര മുൻഗണന കൊടുക്കും. ഭയങ്കര മുൻഗണന. കാരണം അല്ലെങ്കിൽ ആ ജീവിതം മുന്നോട്ട് പോകില്ല. അത് ഒരു പ്രായം തികയുന്നതിന് മുമ്പുള്ള ഒരു ആക്സിഡൻറ്റോ ഒരു മരണത്തിൽ ഒരു ജയിൽവാസത്തിൽ അവസാനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മാനസികമായിട്ടുള്ള കുഴപ്പം പറ്റി കഴിഞ്ഞാൽ കൂടെ ജീവിക്കുന്നവരുടെ കൊലപാതകങ്ങൾ ഉണ്ടാവും. അപ്പോൾ അയാളെ ചികിത്സിക്കുന്നതിലൂടെ മറ്റുള്ളവരും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അയാളെ ചികിത്സിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മാനസിക രോഗങ്ങൾ വളരെ വളരെ പ്രാധാന്യമുണ്ട് മദ്യാസക്ത രോഗത്തിൽ. കാരണം വെച്ചാൽ രണ്ട് രോഗാവസ്ഥയെ പറ്റി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. ഒന്ന് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് പറയും. അതിന് പ്രത്യേക രോഗലക്ഷണങ്ങൾ ഉണ്ടതിന്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞ അർത്ഥം മലയാളത്തിൽ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള തകരാറുകൾ. ഇങ്ങനെ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്നുള്ളത് ലോകാരോഗ്യ സംഘടന ഒരു മാനസിക രോഗമായിട്ടാണ് കരുതുന്നത്. എന്താണ്? ഒരാൾ ബുദ്ധിയും വിവേകമുള്ള ഒരാൾ മദ്യം കഴിച്ചിട്ട് തൻ്റെ ജീവിതാവസ്ഥകളെ തകരാറിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾ അതിന് തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതും കുഴപ്പം പിടിച്ചൊരു രീതിയിൽ തനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു മാനസിക രോഗത്തിൻ്റെ ഉള്ളിലാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. മാനസികം മാത്രമല്ല, സ്വഭാവത്തിൽ പെരുമാറ്റ രോഗം കൂടി അയാൾക്കുണ്ട്. പെരുമാറ്റ രോഗം കൂടിയുണ്ട്. കാരണം അയാളുടെ ഈ അവസ്ഥകൾ കൊണ്ട് അയാൾക്കും അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കും അയാൾ തകരാറുണ്ടാക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ നിർവചനം. ഒരാളുടെ അനിയന്ത്രിതവും അസാധാരണവുമായിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, തോന്നലുകൾ, സ്വഭാവങ്ങൾ, അത് അയാൾക്കും അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കും ഇങ്ങനെ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അഡിക്ഷൻ ഉണ്ട്, ഒരു മാനസിക രോഗമുണ്ട്. അപ്പോൾ അത് ഈ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉപയോഗത്തിലിരിക്കുമ്പോൾ അയാളൊരു മാനസിക രോഗത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അതിന് പ്രത്യേക രോഗലക്ഷണമുണ്ട്. അയാൾ 4 തരത്തിൽ മദ്യം കഴിക്കുക എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെയും രീതി ഓരോ തരത്തിലാണ്. അയാൾ വളരെ ഇഷ്ടപ്പെടുന്ന, ഞാൻ പറഞ്ഞില്ല, വളരെയധികം ഇഷ്ടപ്പെടുന്ന അയാളെ കീഴടക്കി. മദ്യം കുറേ നാൾ കഴിച്ച് അയാളെ കീഴടക്കി. അയാൾ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി. കുറച്ച് മദ്യം കഴിച്ചാൽ തന്നെ അയാൾ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി മുഴുവൻ മറന്നുപോയി. അയാളുടെ ഒരു കാര്യം ലൊക്കേറ്റ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് പുറകോട്ട് പോകാൻ ഓർത്തെടുക്കാൻ അയാൾക്ക് കഴിയില്ല. അതാണ് ബ്ലാക്ക് ഔട്ട്. അപ്പോൾ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഓർമ്മ നഷ്ടപ്പെടുന്ന ആ ബ്ലാക്ക് ഔട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. കുടിച്ച് താഴെ വീഴുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം. കുടിച്ച് ബോധം കെട്ട് താഴെ. അതാണ് ഇൻടോക്സിക്കേറ്റഡ് ഡ്രിങ്കിങ്. അത് മാസത്തിൽ 2-3 പ്രാവശ്യം അങ്ങനെ കുടിച്ചാലും അയാൾ മരിക്കാനുള്ള അവസ്ഥ ഉണ്ട്. ഇത് പല പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ചാൽ അയാളെ തലച്ചോറിന് ബാധിച്ച രോഗം മുന്നോട്ട് പോയി കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. ശരീരത്തെ തലച്ചോറിന് മാത്രമല്ല മറ്റ് അവയവങ്ങളെയും ബാധിക്കാം. രണ്ടാമത്തേത് രണ്ടാമത്തെ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. ബിഞ്ച് ഡ്രിങ്ക് ചിലപ്പോൾ 3-4 ദിവസങ്ങൾ അമിതമായിട്ട് മദ്യം കഴിക്കുക, ബോധം കെടുന്ന രീതിയിൽ തന്നെ കഴിക്കുക, അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കുക. അത് ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ, അയാളുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോവുകയോ, അയാളുടെ BP കുറഞ്ഞു പോവുകയോ, അയാൾക്ക് അപസ്മാരം വരികയോ ഒക്കെ ചെയ്താൽ
കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ മരണം സംഭവിക്കുക, അല്ലെങ്കിൽ അയാൾ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാൻ നോക്കുവോ, ആക്സിഡന്റ് വരുവോ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതാണ് ബിഞ്ച് ഡ്രിങ്കിങ് പോലെ. അങ്ങനത്തെ 3, 4, 5 ദിവസത്തെ കൂടി ഒരു മാസത്തിൽ പല പ്രാവശ്യം ചെയ്താൽ അത് നേരത്തെ പറഞ്ഞ മദ്യപാന രോഗത്തിലേക്ക് തന്നെ പോകും. മൂന്നാമത്തെ ഹാംഫുൾ യൂസ്, ഉപദ്രവകരമായ കുടി എന്ന് പറയും. ഈ ഉപദ്രവകരമായ കുടി എന്ന് പറഞ്ഞാൽ അയാൾ രാവിലെ 2 പെഗ്, ഉച്ചയ്ക്ക് ഒരു 2 പെഗ് കൂടി, വൈകുന്നേരം ആകുമ്പോൾ ഒരു 3 പെഗ്, ഇങ്ങനെ കുറേശ്ശെ കുടിച്ച് ഇങ്ങനെ ഉപദ്രവത്തിലൂടെ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാളെ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെയുള്ള കടമകൾ ചെയ്യാൻ പറ്റാതിരിക്കുക, പിന്നെ ആളുകളായിട്ട് സംസാരത്തിലൊക്കെ പെരുമാറ്റത്തിൽ നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള ഉപദ്രവകരമായിട്ടുള്ള, അയാൾക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമായിട്ടുള്ള നിരന്തര കുടി. പിന്നെ ചില ആൾക്കാർ രാവിലെ ഒന്നും കുടിക്കില്ല, അവർ വൈകുന്നേരം മാത്രം കുടിക്കുന്നു. അത് നിരന്തരം അളവ് കൂട്ടി 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 പിന്നെ ആ കുടിയിൽ നിന്നും മാനസിക അസ്വസ്ഥതകൾ വരുമ്പോൾ അത് കുടിക്കാൻ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ, പുതിയ ബന്ധങ്ങൾ, ആ പോകുന്ന സ്ഥലത്തൊക്കെ ഓരോ ബന്ധങ്ങളും, അങ്ങനെ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ മദ്യം ഒരു മരുന്ന് പോലെ അതിനെ പരിഹരിക്കാനുള്ള ഒരു സംഗതിയായി മാറുന്നു. അങ്ങനെ അളവ് കൂട്ടി കൂട്ടി അങ്ങനെ ഒരു അടിമയാവുന്നു, അതിൽ കൂടി മുമ്പോട്ട് പോകുന്നു. അതാണ് ഡിപ്പെൻഡൻസ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന് പറയും. അതിലെല്ലാ രോഗങ്ങളും ഉണ്ട്. ശാരീരിക രോഗമുണ്ട്, വൈകാരിക രോഗമുണ്ട്, സാമൂഹ്യ രോഗമുണ്ട്, മാനസിക രോഗമുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് ഈ ഡിപ്പെൻഡൻസ് സിൻഡ്രോം. അപ്പോൾ എന്താണ് ചികിത്സ? ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു. പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഒരു ചികിത്സ കഴിഞ്ഞിട്ട് എത്തിച്ചേർന്ന് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ചികിത്സ തുടർ ചികിത്സയാകുന്നത് 24 മണിക്കൂർ വീതം ബ്രെയിൻ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയും പെരുമാറ്റം മാറ്റം ഉണ്ടാക്കി, ചില മാനസാന്തരം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലാകുന്നതാണ് ഒരു ചികിത്സ എന്ന് പറയുന്നത്. മാനസാന്തരം, അത് ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ മാനസാന്തരത്തിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അയാളെ തന്നെ തിരിച്ചറിയുന്നു, അയാൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് അയാൾ തിരിച്ചറിയുന്നു, അയാളുടെ ജീവിതം ഏത് രീതിയിലാണ് കടന്നുപോയത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുന്നു. ഒത്തിരി അറിവുകൾ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു, എക്സ്പീരിയൻസ്. അതിൽ നിന്ന് അയാൾ പഠിക്കാൻ തയ്യാറാണ്. പ്രോഗ്രാമിൽ വന്നിട്ട് അയാൾ പഠിക്കാൻ തയ്യാറാണ്. അയാൾക്ക് മാറ്റത്തിന് ആഗ്രഹമുണ്ട്, അത് നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ട്, അത് നിലനിർത്താൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അയാൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ മേഖലകളും മെച്ചപ്പെടുന്നു. എന്തൊക്കെയാണത്? ഇന്ന് അയാളുടെ ശരീരം മെച്ചപ്പെടുന്നു, അയാൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, ഓർമ്മകൾ കുറച്ചൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്, അയാൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ആൾക്കാരോട് സഹകരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വിട്ടുനിൽക്കൽ ആണ് ഇതിൻ്റെ അടിസ്ഥാന ചികിത്സ എന്ന് അയാൾക്ക് കുറച്ച് ഇങ്ങനെ മനസ്സിലായി വരുന്നുണ്ട്. കാരണം വിട്ടുനിൽക്കുമ്പോൾ ഒക്കെ അയാൾക്ക് സ്വഭാവം മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യം പോട്ടെ, അത് പോട്ടെ എന്ന് പറയാനുള്ളൊരു മനോഭാവം. ഒന്നിനും കടിച്ചു തൂങ്ങിക്കിടക്കാതെ അത് പോട്ടെ, വിട്ടുകൊടുക്കാൻ ഇത് തയ്യാറായി. പിന്നെ ഒരു സമനില എല്ലാ കാര്യത്തിലും. പിന്നെ താൻ ഈ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, സ്ഥലങ്ങളും വസ്തുക്കളൊക്കെ തനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു തുടക്കക്കാരനെ പോലെ അയാളൊരു ഒരു ഹ്യൂമിലിറ്റി,
ഒരു വിനയത്തോടുകൂടി ഒരു തുടക്കക്കാരനെ പോലെ അത് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയുന്നു. പിന്നെ അയാളാകാൻ പഴയ അയാളാകാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്, ലക്ഷ്യമുണ്ട്, അതിന് തീരുമാനമുണ്ട്. ഇതൊക്കെ അയാളിലേക്ക് വന്നു ചേരും. അപ്പം അങ്ങനെയാണ് മാറ്റം വരുന്നത്. അങ്ങനെ മാറ്റം വരുമ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ വിളിക്കാത്ത ആൾക്കാരൊക്കെ മെച്ചപ്പെടും. കാര്യങ്ങൾ മനസ്സിലാക്കി തീവ്രമായിട്ടൊക്കെ നീങ്ങുമ്പോൾ അയാൾക്ക് ചില ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, കുടിച്ച് നന്നായി, കാരണം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഈ ലോ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ ഷെയർ ചെയ്ത ആൾക്കാർ, സത്യം വിളിച്ചു പറഞ്ഞ ആൾക്കാർ, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ജോലി അയാൾ വഞ്ചിക്കേണ്ട ഒരു പരിപാടിയല്ല, അയാൾ കറപ്ഷൻ, തൻ്റെ ഭക്ഷണം, തൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണം എന്ന വിലപ്പെട്ട ഒരു ആശയമുള്ള മനസ്സിൽ ഉണ്ടാകാം. ഇനിയും ഞാൻ അങ്ങനെ എൻ്റെ ജോലിയെ വഞ്ചിക്കില്ല, അതുപോലെ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കുടുംബത്തോടും എൻ്റെ ബന്ധങ്ങളോടുള്ള ഉത്തരവാദിത്വം, എൻ്റെ ഈ മനസ്സ് ആണ് ശരിക്കും യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാവും. പിന്നെയാണ് നമ്മൾ 12 പടികളൊക്കെ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം സഹായിക്കും. അതിലേക്ക് ഒരു തത്വദർശനം, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടൊക്കെ അയാളുടെ മനസ്സിനെ സ്വാധീനിക്കണമെങ്കിലും ചില ആളുകൾക്ക് വർഷങ്ങൾ പിടിക്കും. ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള ഒരു പ്രചോദനം ഉള്ളിലുണ്ട്. ഇത് മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനും ഭയങ്കര ഒരു പ്രചോദനം ചില ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൂടെ കിട്ടുന്ന ഉൾക്കൊള്ളിച്ച് അതിനെ വിലമതിക്കുന്നത്, അതൊക്കെ വളരെ സംഭവങ്ങളാണ്, നടപ്പിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ എപ്പോഴും ചുറ്റുപാടും ഈ നമ്മൾ പിടിച്ചു വലിക്കുന്ന ആ ഒരു പ്രതിഭാസം, അത് ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ തന്നെയാണ് നമ്മളെ പിടിച്ചു വലിക്കുന്നത്. അത് മദ്യത്തിൻ്റെ തന്നെ നമ്മൾ തലച്ചോറിൻ്റെ മുകളിലുള്ള ബലപ്പെടുത്തലാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ സോബറായി നമ്മൾ റിക്കവറിയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നത് അന്നേരമാണ്. ജീവിതം തിരിച്ചു കിട്ടുന്നൊക്കെ അപ്പോഴാണ്. അപ്പോൾ സ്റ്റെപ്പുകളെല്ലാം എല്ലാവർക്കും അറിയാം, പ്രാർത്ഥന അറിയാം. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക, ഇതൊന്നും വലിയ സംഭവങ്ങൾ അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി വലിയ വലിയ കാര്യങ്ങൾ എത്തിപ്പിടിക്കുക. അപ്പം അതിനുള്ളൊരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പറയണേ, 100 പേര് കേട്ട് കഴിഞ്ഞിട്ട് ഒരാൾ രക്ഷപ്പെടുമ്പോൾ, ഒരാളുടെ മനസ്സിൽ മാറ്റങ്ങളുടെ ഒരാശയം ഉണ്ടാകുമ്പോൾ, ആ ആൾക്ക് അയാളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റും. അവിടെ 10-20 പേര് രക്ഷപ്പെടും. അയാളുടെ ജോലി സ്ഥലത്ത് കുറേ ആൾക്കാർ രക്ഷപ്പെടും. അയാളുടെ അയൽവക്കക്കാർ രക്ഷപ്പെടും. അത് വലിയ സംഭവമാണ്. ഒരാൾ രക്ഷപ്പെടുമ്പോൾ വേറെ തരത്തിൽ മറ്റുള്ളവരും രക്ഷപ്പെടും. കാരണം മദ്യാസക്തി രോഗത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, കൂടെ ജീവിക്കുന്നവരെ കൂടി ബാധിക്കുന്ന ഒരു രോഗഭാരം ഉണ്ടാക്കി വെച്ച് കൂടെ ജീവിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കാതെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വലിയ ശാരീരികമായിട്ടും ഒക്കെ വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന രോഗമാണ്. അതുപോലെ ലീഗൽ സിസ്റ്റം, നമുക്ക് ഈ മദ്യാസക്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം വെച്ചാൽ, അയാൾക്ക് മദ്യാസക്തി രോഗത്തെപ്പറ്റി അറിയാവുന്ന ഒരാളാണെങ്കിൽ മദ്യം കഴിച്ചിട്ട് അയാൾ വണ്ടി ഓടിക്കില്ല. അഥവാ അയാൾ കഴിച്ചു പോയെങ്കിൽ അയാൾക്ക് ഓടിക്കാൻ പറ്റില്ല. തന്നെയല്ല, അതൊരു ഏറ്റവും വലിയ കുറ്റകരമാണെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ആ നിയമം, അത് ലംഘിക്കാൻ അയാൾക്ക് കഴിയില്ല. അതൊരു സോഷ്യൽ ഡ്രിങ്കറിൻ്റെ താഴെ സാധാരണ മദ്യം കഴിച്ച് നടക്കുന്ന ആൾക്ക് പോലും പറ്റില്ല. പക്ഷെ ഒരു മദ്യാസക്തൻ എപ്പോഴും മദ്യം കഴിച്ചിട്ട് അതിൻ്റെ വരുമ്പരേഖകൾ അറിയാതെ
കുടിച്ചു പോകും. കാരണം വെച്ചാൽ അത് ബലപ്പെടുത്തലാണ്. നിരപരാധികളെ ധിക്കരിച്ചുകൊണ്ട് ഉള്ള ബലപ്പെടുത്തലാണ് മധ്യസ്ഥ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ മേന്മയുള്ളൊരു ജീവിതം ഈ പ്രോഗ്രാമിൽ കൂടി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.